എല്ലാവർക്കും നമസ്കാരം. +2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് പ്രാക്ടിക്കൽ പരീക്ഷകൾ ജനുവരി 22 ആരംഭിക്കുകയാണ്. ഓരോ സ്കൂളിലെയും ഡേറ്റ് വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കൂൾ ടീച്ചേഴ്സ് മുഖേന അറിയാൻ സാധിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. ഓരോ വിദ്യാർത്ഥിക്കും 3 മണിക്കൂർ വീതം അറ്റൻഡ് ചെയ്യാൻ സമയം ലഭിക്കും. ഇതിൽ പാർട്ട് എ, ബി, സി, ഡി 4 പാർട്ടുകളായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ. 9 ക്വസ്റ്റ്യൻസ് പാർട്ട് എയുടെ സെക്ഷനിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ നിന്ന് ഇഷ്ടമുള്ള 2 എണ്ണം അറ്റംപ്റ്റ് ചെയ്യുക. അതിന് മാർക്ക് വരുന്നത് 4 പ്രോസസ്സിനും 2 ഔട്ട്പുട്ടിനുമായിട്ടാണ് മാർക്ക് വരുന്നത്. അങ്ങനെ ടോട്ടൽ മാർക്ക് 2 × 6 12 മാർക്കാണ് ലഭിക്കുന്നത്. ഒരെണ്ണത്തിന് 4 + 2 അങ്ങനെ 6 മാർക്ക്. അടുത്തതിനും 4 + 2, കാരണം ഇതിൽ 2 എണ്ണം നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 എണ്ണത്തിനും കൂടി 12 മാർക്ക് ലഭിക്കും. ഇനി പാർട്ട് ബിയിൽ 9 ക്വസ്റ്റ്യൻസ് തന്നെ ടോട്ടൽ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ഇഷ്ടമുള്ള 2 എണ്ണം അറ്റംപ്റ്റ് ചെയ്യാം. അതിലും 3 മാർക്ക് പ്രൊസീജിയറിനും 1 മാർക്ക് ഔട്ട്പുട്ടിനും. അങ്ങനെ ടോട്ടൽ 2 എണ്ണത്തിൻ്റെയും കൂടി കൂട്ടി 8 മാർക്കാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. പാർട്ട് സിയിൽ ടോട്ടൽ ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ ഇഷ്ടമുള്ള ഒരെണ്ണം അറ്റംപ്റ്റ് ചെയ്യാം. അതിന് മാർക്ക് ലഭിക്കുന്നത് പ്രൊസീജിയറിന് 4 മാർക്കും ഔട്ട്പുട്ടിന് 2 മാർക്കും. അങ്ങനെ ടോട്ടൽ 6 മാർക്കാണ് ലഭിക്കുന്നത്. പാർട്ട് ഡി 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരെണ്ണം അറ്റംപ്റ്റ് ചെയ്യാം. അതിന് പ്രൊസീജിയറിന് 4 മാർക്കും ഔട്ട്പുട്ടിന് 2 മാർക്കും. അങ്ങനെ ടോട്ടൽ 6 മാർക്കാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ എ സെക്ഷനിൽ നിന്ന് 12 മാർക്ക്, അത് സ്പ്രെഡ്ഷീറ്റ്, ഫങ്ഷൻസ് ആൻഡ് ഫോർമുലയുടെ സെക്ഷനാണ്. ബി പാർട്ട് എന്ന് പറയുന്നത് ഗ്രാഫൊക്കെ വരുന്ന സെക്ഷനാണ്. സി പാർട്ട് GNU കാട്ട 6 മാർക്ക് ലഭിക്കും. ഡി പാർട്ട് ലിബർ ഓഫീസ് ബേസ്. റെക്കോർഡിന് 4 മാർക്ക്, വൈവയ്ക്ക് 4 മാർക്ക്. അങ്ങനെ ടോട്ടൽ സ്കോർ 40 മാർക്കാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. പിന്നെ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ഒരു സംശയമാണ് വൈവ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അത് നിങ്ങൾ ചെയ്യുന്നത് ബേസ് ചെയ്തിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. ആരും അതിനെക്കുറിച്ചൊരു ടെൻഷൻ വേണ്ട. നന്നായി എല്ലാവർക്കും പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.